ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ ഞങ്ങൾ പുതിയ വീഡിയോ എന്താന്ന് വെച്ചാൽ അത് മോൻ പറഞ്ഞിട്ടുണ്ട് എന്താന്നിട്ടാ എന്താ പറഞ്ഞോക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആയിക്കോട്ടെ. അപ്പൊ ബ്ലൈൻഡ് ടെസ്റ്റ് ആണ് ഞങ്ങൾ നടത്താൻ പോകുന്നത്. അപ്പൊ ഇക്കടുത്ത സാധനം എന്താന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അടുത്ത സാധനം എന്താന്ന് ഇക്കാക്കും ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. നിക്കാടെ കണ്ണ് കെട്ടിയിട്ട് ഞാൻ എടുത്തുള്ള സാധനങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ട് അത് പറയണം. കണ്ണ് കെട്ടിയിട്ടാണ് ടേസ്റ്റ് ചെയ്യേണ്ടത് കേട്ടാ. ടേസ്റ്റ് ചെയ്തിട്ട് ഇത് പറയണം എന്താന്നുള്ളത്. 10 സാധനങ്ങളാണ് എടുത്തില്ല രണ്ടുപേരും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലേ. ഞാൻ ആദ്യം ഇക്കാടെ കണ്ണ് കെട്ടാൻ പോവാണ്. കണ്ണ് കാണാനില്ല. പതുക്കെ മുറുക്ക്. കാണുണ്ടോ? മൂക്കേറ്റൊന്നും മണക്കാൻ പാടില്ല കേട്ടാ. മൂക്കടക്കണ്ടല്ലോ. മാസ്ക് ഇട്ട് ഒരു വൈക്കായിട്ട് ഇപ്പൊ ഇതിന്റെ കൊണ്ട് കുറവുള്ളൂ. മൂക്കേറ്റൊന്നും മണത്തിട്ടൊന്നും പറയാൻ പാടില്ല. ടേസ്റ്റ് ചെയ്തിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഓക്കെ, തിരിഞ്ഞോ. ഇതെത്ര? ഏത് ഇത് കാണണ്ട ജയിലി ഞാൻ എന്തോ അപ്പൊ ഓക്കെ. പെട്ടെന്നായിക്കോട്ടെ. ഇത് തിരി. തൊള്ളാട്ട് തൊള്ളാട്ട് എന്താന്ന് പറ. പൊടിയാണ് എന്താ? എന്ത് പൊടിയാന്ന് പറ. പറയും പൊടിയാണ്. പൊടി പൊടിയാന്ന് മനസ്സിലായി. എന്ത് പൊടിയാന്ന് പറയും. എന്ത് പൊടിയെന്ന് ഇപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്ത് പൊടി ഇപ്പൊ അറിയാ. പറഞ്ഞോ. അരിപ്പൊടിയാ? നോ. കടലമാവിന്റെ പൊടി? നോ. അത് ചപ്പാത്തിപ്പൊടി അല്ല. ഇതൊന്നുമില്ല. പിന്നെന്താ? പറഞ്ഞു എന്താന്ന്. എന്താ പറയ. സാധനം എന്താ? സാധനം എന്താന്ന് ചോദിച്ചാല് എന്താണ് പൊടി തന്നെയാണ്. സമയം ആയാ? നിങ്ങൾ തിന്നാറില്ല പൊടി. നിങ്ങൾക്ക് ഇഷ്ടമല്ല പൊടിയൊന്നും തിന്നണത്. സമയം വെച്ചിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റ് ഞങ്ങൾ സമയം വെച്ചിട്ടുള്ളത്. ചിലപ്പോ 6 സെക്കൻഡായി. 4 3 2 1. ചെറുപയറിന്റെ പൊടി തോറ്റ്. പറഞ്ഞു. അപ്പൊ എന്താ പൊടി നീ പറയട്ടെ. തോറ്റ്. കൂവപ്പൊടി. കണ്ടിട്ട് പോലും ഇല്ല. അതാണ്. അപ്പൊ ഫസ്റ്റത്തേല് ഞാൻ തോറ്റിട്ടാ. അപ്പൊ നമുക്ക് ഇനി ആദ്യമൊന്ന് കുടിക്കി വെക്കാം. കണ്ണ് കെട്ടാൻ പോവാണ്. കണ്ണന്നെ ശരിയാക്കി തരാം. കാണില്ല. മതി. ഉറപ്പാ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തിരിഞ്ഞിരുന്നോ? ഡൗട്ടുണ്ട് കേട്ടാ. നല്ലതാണത്. തൊള്ളടക്ക്. ഇത് വായി ശരി. തിന്നോ? എന്താ ഞാൻ പറഞ്ഞ തുപ്പാനൊന്നും പാടില്ല. പറയും കിട്ടണ്ടേ എന്താന്ന്. എന്തൊരു മസാലയാണ്. തോറ്റെങ്കി തോറ്റെന്ന് പറയും. മീറ്റ് മസാല അല്ല. തോറ്റെങ്കി തോറ്റെന്ന് പറയും. എന്താണ്? എന്താ ടേസ്റ്റ് തോന്നണേ? തോറ്റെങ്കി തോറ്റെന്ന് പറയും. നല്ല പറയുള്ളൂ. തോറ്റാ? എന്തോ പൊടിയാ.
ആ പൊടി തന്നെയാണല്ലോ. എന്താ സമയം കഴിഞ്ഞിട്ടാ, സമയം കഴിഞ്ഞു. ടൈമർ വെച്ചിട്ടുണ്ട്. 1 2 3 4 5 തീർന്നു. എന്താ കായപ്പൊടിയാണ് കേട്ടാ. അടുക്കളയിലൊക്കെ ഒന്ന് കേറണേ, അപ്പോഴതൊക്കെ ഒന്ന് അറിയുള്ളൂ. ഞാൻ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നടക്കാലോ. കായപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ. അതിന് ടേസ്റ്റ് ചെയ്യൊന്നുമില്ല, കറി ഇട്ടല്ലേ ചെയ്യുള്ളൂ. എന്നാലും മണം അല്ലെങ്കിൽ ടേസ്റ്റ് തൊള്ളായിട്ട് പറയും. ഇപ്പൊ ഫസ്റ്റ് എനിക്ക് നല്ല പണിയാ തന്നത്, അതിനുള്ള ഞാൻ തിരിച്ചു കൊടുക്കും. ആയിക്കോട്ടെ. ജീവിതത്തിൽ ആദ്യമായിട്ട് കായപ്പൊടി തിന്ന് നല്ല രസമുണ്ട്. ഇപ്പൊ തരാം, വെയിറ്റ് കടിക്ക് കടിക്ക്. ആ എന്താ വെറുതെ ആവശ്യമില്ലല്ലോ. ടേസ്റ്റ് ഇല്ല, ഇനി പറയും. ടേസ്റ്റ് ഒന്നും അറിയില്ല. ഒരു വർഷം കാട്ടിയ ഇത്ര രസം, ഇത്ര രസമുണ്ടത് തിന്നാന്. തീറ്റ മാത്രം ഉണ്ടാവുള്ളൂ, പറച്ചിലുണ്ടാവോ? എന്താ പറഞ്ഞു? എന്നെ പറയോ? ആദ്യമായിട്ട് എന്താന്ന് ഒരു ടേസ്റ്റ് അറിയില്ലട്ടാ. കൊറോണ ഉണ്ട് തോന്നുന്നുണ്ട്. ഇത് കുമ്പളങ്ങ. കുമ്പളങ്ങ പോണെന്ന് ഒന്നല്ല. പിന്നെന്താ ടേസ്റ്റ് അറിയില്ല. അപ്പൊ നിങ്ങക്ക് കൊറോണ ഉണ്ട് കേട്ടാ, ഇനി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ഇനി പ്രത്യേക ടേസ്റ്റ് ഒന്നും ഇല്ല. സമയം കഴിയാനായി. എന്താ വെച്ചിട്ട് ഞാൻ പറയാം. 8 7 6 5 4 3 2 അപ്പൊ ഞാൻ 1 തോറ്റു. തീരും. ആ തോറ്റ്. എന്താ ചിന്റെ ഉരുളങ്കിഴങ്ങാണ്. തിന്നാ നല്ല ടേസ്റ്റ്. അപ്പൊ ആദ്യക്ക് പണി തന്നിട്ടുണ്ട്, അതിനൊരു പണി നമുക്ക് കൊടുക്കട്ടാ. നീ പൊടി പട്ടൊന്നും തരില്ലട്ടാ, കായപ്പൊടി ഒന്നും തരില്ലട്ടാ. ഒന്നും പറയാൻ പറ്റില്ല. ഇതെന്താ വെച്ചാ ചെറുപയറ് അല്ലേ? ഉഴുന്ന് ടേസ്റ്റ് ചെയ്ത് ശരിക്കും ടേസ്റ്റ് ചെയ്തിട്ട് പറയും. അങ്ങനെ എന്തോ ആണ്. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. എന്താന്ന് ഉറച്ചു പറയണം. ഉഴുന്ന് ഉറപ്പാ? അപ്പൊ ശരിയാവും. ഉഴുന്ന് അപ്പൊ ഒന്നില് ഞാൻ ജയിച്ചിരിക്കുന്നു. എളുപ്പമുള്ള എന്തെങ്കിലും താഴട്ടാ. എളുപ്പമുള്ള തന്നെ ഉള്ളൂ. ഇത് കിട്ടും. കാരണം എന്നെ തോൽപ്പിക്കണം. അടിക്കോളൂ. ഇനിയിപ്പൊ അതും ചൊയയില്ലാന്ന് അറിയോ? ഇത് വെളിച്ചെണ്ണ. ഉറപ്പാ? വെളിച്ചെണ്ണ 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 അല്ലട്ടാ. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ, വേറെന്താ? എന്തേലും ഒന്ന് മിക്സ് ചെയ്യ്. അതന്നെ. ഏതന്നെ? ഏതന്നെ? രണ്ട് സെയിം തന്നെ. രണ്ട് സെയിം അല്ല, വെളിച്ചെണ്ണ വേറെ ഓയിൽ വേറെ. ആ എന്നാലും പറയ് ഏതാന്ന് പറയും. ഞാൻ ഇപ്പൊ ഇതിൽ എടുത്തുള്ള ഏതാന്ന് പറഞ്ഞാൽ മതി. ഓയിൽ. ഉറപ്പാ? ഉറപ്പാ. അപ്പൊ ശരിയാ. ഓയിൽ. വെളിച്ചെണ്ണ ചോയില്ല. ആ ശരിയാ. ജയിച്ചു മക്കളെ, ജയിച്ചു. ഇപ്പൊ
രണ്ടാമത്തെ ഇക്ക കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ ജയിച്ചു. അപ്പൊ ഞാൻ ഞാനൊന്ന് കണ്ടുപിടിച്ചിക്കണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞങ്ങൾ തുടങ്ങല്ലേ? നേരത്തെ ചോയ മാറിയില്ല കേട്ടാ. വാങ്ങിച്ചോളൂ, സ്വീകരിച്ചോളൂ, തിന്നോളൂ. തിന്നോളൂ. എന്താന്ന് പറഞ്ഞു? എന്താ ഓട്സാ? കറി എന്താ ഓട്സ്. ഉറപ്പിച്ചു പറയണോ? മാറ്റാൻ പാടില്ല. ഓട്സ് തന്നെ. അപ്പൊ ഓട്സ് തന്നെ. ഇങ്ങനെ ഇരിക്കും. തിന്നണമൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോണത് പേര് പറഞ്ഞു. സുഖായി. അയ്യോ ആ എളുപ്പം വേണ്ട. തൊള്ളടിക്കോ. ആ കാട്ട് ഇവിടെ പോണ്. ആ കാട്ട് എന്തത് പറയ്. എന്തത്? ഞാൻ ചോദിച്ച എന്താണ്? മസാലപ്പൊടിയാണ്. എന്ത് മസാല? തിന്ന് ഇറക്കാണ്. എന്ത് മസാല? എന്ത് മസാല? എന്ത് മസാല എന്നോട് കഴിക്കണേ? അച്ചാർപ്പൊടി. ആവൊന്നും ഞാൻ പറയില്ല. പറയ എന്താ അച്ചാർപ്പൊടി. തെറ്റിട്ടാ. മീറ്റ് മസാല കഴിഞ്ഞില്ലല്ലോ സമയം. എന്താപ്പത്? സമയം കഴിഞ്ഞില്ല. ഞാൻ ജയിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടല്ലേ. എന്നോടാരാ പറയാൻ പറഞ്ഞു? ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ ജയിച്ചു. ഫൗളാണ്ടപ്പോ കള്ളക്കളി കളിക്കുന്നുണ്ട്. ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ? അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞില്ലേ? ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് അടുത്തത് നാദിക്കൊരു പണി കൊടുക്കട്ടാ. കഴിഞ്ഞാല് നാദിനെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു. ഇല്ലട്ടാ, അത് ഞങ്ങൾ രണ്ടാളും കൂടി തീരുമാനാക്കി. പോയിന്റ് ആർക്കൂല്ല, എനിക്കൂല്ല, എക്കാക്കൂല്ല. കാരണം അത് ഞാൻ തന്നെയല്ലേ ഉത്തരം പറഞ്ഞത്. അത് സമ്മതിക്കൂല. ആയിക്കോട്ടെ, നമുക്ക് കൊടുക്കട്ടാ പരിപാടി. അതോളോ എന്താ അപ്പസോടെ അല്ലേ? അപ്പസോടല്ല, പറ്റിച്ചതാ. കണ്ടോടത്ത് അപ്പൊ അത് ബാക്കിംഗ് പൗഡർ ആയിരുന്നു. ഞാൻ അപ്പസോഡ വെച്ചിട്ട് അപ്പൊ ഒക്കെ സമ്മതിച്ച കാരണം ഞാൻ കണ്ണൊക്കെ ഊരിട്ട് ഞാൻ തുപ്പാൻ പോയത് വെച്ചാൽ അത് തരിപ്പൊക്കെ ഉണ്ടായിരുന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഭയങ്കര ഫൗളാണ് കേട്ടാ. ഞാൻ ഇടക്കിടക്ക് ഫോളും ആട്ടും. ശരി, പിന്നോടല്ല അടുത്ത്. ആയിക്കോട്ടെ, നമുക്ക് അടുത്ത് നോക്കിട്ടോ. തിരിഞ്ഞിരിക്ക, അടുത്ത് നോക്കാം. ഒരു പോയിന്റ് കിട്ടണ ഇല്ലാണ്ടാക്കൂല. വെറുതെ കിട്ടണ പോയിന്റ് ഒക്കെ മേടിച്ചിടുക. കാണണ്ട? കാണണ്ട? ആരെങ്കിലൊക്കെ കണ്ണിട്ടിട്ട് കാണണോ? എന്താ പറയുന്നത്? തൊള്ള നല്ലപോലെ തുറക്കണം കേട്ടാ. തൊള്ളേക്ക് വെക്കാൻ പറ്റുന്നില്ല. ആ കാട്ടും തൊള്ളേക്ക് വീണ കടുക്. ഉറപ്പാ? കടുക് ചീറ്റിപ്പോയി. ശരിയാ, ജയിച്ചിട്ടോ. ആദ്യമായിട്ട് ഒന്നില് ജയിച്ചു. ബാക്കിയുള്ള ഫോൺ കളിച്ച് ജയിച്ചതാട്ടാ. ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. കേട്ടോ കേട്ടോ. എന്താ പ്രതികാരം വിട്ടണ പോലുണ്ടല്ലോ. നല്ല തൊള്ള തുറന്നു പിടിച്ചോട്ടാ. ഞാൻ തൊള്ള തുറന്നു.
കടിച്ചു കഴിക്ക എന്തത് എന്താതൊക്കെ കടിച്ചാലും അറിയൂ. തുപ്പിക്കോ അല്ലേ തുപ്പിക്കോ പോയിട്ട് നാദിക്ക് നല്ല പണി കൊടുത്തിട്ട് നല്ലൊരു മുളക് നല്ല കടി അടിപ്പിച്ച് നല്ല സുഖണ്ട്. എനിക്ക് പണി തരുന്ന പറഞ്ഞില്ലേ അത് ഞാൻ കൊടുക്കും. പാവല വെച്ചിട്ട് എരുള്ളൊന്നും നിർത്തില്ല എന്നിട്ട് എനിക്ക് പണി തന്ന് കണ്ടാ. മതി മതി കളിന്ന് മുൻമാറി. അപ്പോ നല്ല സ്ട്രോങ് മുളകാണ്ടാ രക്ഷയില്ല. എനിക്കെന്ത് പണിയാണ് ഞാൻ തരാൻ പോണത്. തൊണ്ണട്ട് എരിവാന ഉപ്പിലിട്ടതിന് വെള്ളം. ഉപ്പിലിട്ട വെള്ളം എന്തുപ്പിലിട്ട വെള്ളം എന്തുപ്പിലിട്ടാന്നൊക്കെ പറഞ്ഞപ്പോ എന്താ അതിന് വെറും വെള്ളത്തിലേക്ക് തന്നിട്ടുള്ളൂ. ഉപ്പിലിട്ടതിന് വെള്ളമാണ് എന്താണ് അല്ലേ? ഉറപ്പിച്ച് ഞാൻ എന്തേലും പറഞ്ഞിട്ട് മാറ്റിണ്ടെങ്കിലോ? ഇല്ല മാറ്റില്ല. എന്നാ തെറ്റാണ്ടാ. ചെറു നാരങ്ങ നീരാണത്. പാവം പാവം രാജകുമാരൻ. സാരില്ല, എനിക്ക് മുളക് തന്നില്ല, അതിനൊരു ശിക്ഷയാണ്. സിമ്പിൾ ആയിരുന്നല്ലേ പണിപാടി. ഉപ്പിലിട്ട പോലെ ഉണ്ട്. ഞാൻ ഉപ്പിലിട്ട തന്നെ നിന്റെ വെള്ളം. അത് എന്താ വെച്ചിട്ട് അങ്ങനെ തോന്നാൻ കാരണം അതിന്റെ മേലെ നമ്മുടെ പൊടിയുടെ ഒക്കെ ഇതുണ്ടായിരുന്നില്ലേ, അതുകൊണ്ടാവും ചെറുപ്പം. അല്ലെങ്കിൽ ചെറുനാരങ്ങ തരാണെങ്കിൽ ശരി മാത്രമാക്കി തന്ന് കിട്ടും. കായപ്പൊടിയുടെ രസം കഴിഞ്ഞപ്പോ അടുത്ത മുളകിന്റെ രസം. അടുത്ത ആദ്യം ഒരു പണി കൂടി കൊടുക്കട്ടാ. ഇന്ന് പണി മൊത്തം കേട്ടാ. എന്നാ വായ തുറന്നോ. തുറക്കാൻ പേടിയാ. എന്താ എന്താന്ന് പറയും. അല്ല തോറ്റെങ്കിൽ തോറ്റു പറയും. ഉലുവല്ല ഉറപ്പിച്ച. തോറ്റൊന്നും പറയില്ല. ഉറപ്പിച്ച ടൈം കഴിയാനായിട്ടാ. 9 8 7 6 അത്രക്കൊന്നും ആയിട്ടില്ല. അത്രക്ക് ആയിട്ടില്ല. 4 3 2 1 ഉറപ്പിച്ചില്ലേ? തോറ്റിട്ടാ. എന്താ സൂചി ഗോതമ്പാട്ടാ. സൂചി ഗോതമ്പ് അത് എന്തോ സാധനം. അപ്പൊ ഞാൻ ജയിച്ചു. കണ്ണാണ് നോക്കിയതാ. നെക്സ്റ്റ് അടുത്ത പണി കൊടുക്ക. എരിവുള്ളൊന്നുമില്ല. ഞാൻ എന്താ കൊടുക്ക? കുറച്ച് മുളക് പൊടി എടുത്താൽ മതിയായിരുന്നു. ഞാൻ പാവല്ല വെച്ചിട്ട് കുറച്ചൊക്കെ കൊടുക്കും. എന്നിട്ട് എന്നോട് മുളകോ വലിയ കടി കടിക്കാൻ പറഞ്ഞു. തിരിഞ്ഞ് ചത്ത്. ചെറുപയർ പൊടി ഉറപ്പിച്ച് തെറ്റിട്ടാ തെറ്റീന്ന്. എന്താ അതല്ല, കടലയുടെ പൊടിയാണിത്. കടല മാവാണ്. കടല മാവ്. പാവട്ട വലിയതിൽ ഉറപ്പിച്ചു പറഞ്ഞതാണ്. എന്നിട്ട് എന്തുണ്ടായി? ആദ്യം അടുത്ത പണി കൊടുക്കാൻ കേട്ടാ. തൊള്ളന്നോ ഗ്രീൻ പീസ് അല്ലേ?
ഉറപ്പിച്ചാ ഉം. ഉം. ആ ഓക്കെ ശരിയാണ്. നെക്സ്റ്റ് അടുത്ത പണിക്കാണ് കേട്ടാ. നെക്സ്റ്റ് നെക്സ്റ്റ് എന്താണോ തരാൻ പോകുന്നത്. കഴിഞ്ഞാലും ഞാൻ തോറ്റു. ഞാൻ തന്നെ തോൽക്കുന്നു തോന്നുന്നു. ആകട്ടു കടിക്കൂ വലിയ കടിക്കുന്നു. ഇതെന്താന്ന് ചവച്ചരച്ച് തിന്നു. ഇത് ചൊയണ്ട. ഉപ്പുണ്ട്. പപ്പടം പപ്പടം ഉറപ്പിച്ച്. യെസ്. ആ ചേച്ചേ. പടപടം എണ്ണയിൽ കളകളം. നല്ല ടൈറ്റ് ഉണ്ട്. നമുക്ക് അടുത്ത പരിപാടി നോക്കട്ടാ. തൊള്ള ശരിക്കും തുറന്നോട്ടാ. ആ തുറക്കാൻ പേടിയായിക്കണ്. ഇത് മേടിക്കുന്നു വേണ്ട. അന്നെ ചതിക്കില്ലല്ലോ. ഇല്ല ഇവര് കൊറേ അതും ഇതൊക്കെ കിട്ടുന്നുണ്ട്. എന്തുവാ അത്? ടേസ്റ്റ് നോക്കിട്ട് പറയ്. പിന്നെ എന്തിനു തന്നിക്കണ്? നല്ല കരിഞ്ജീരകം ഉറപ്പിച്ചാ. മാറില്ലല്ലോ. 3 പ്രാവശ്യം ചോദിക്കും. മാറ്റില്ലല്ലോ. 1 2 കരിഞ്ജീരകം. ആ ശരിയാണ്. അത് മതി 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 മതി. കഴിച്ചോ. ഇതില് ജയിക്കാൻ അത്ര നീ ജയിപ്പിച്ചേരട്ടാ. ജയിപ്പിച്ചേരാം. നീ 2 സാധനങ്ങളുണ്ടല്ലോ. കടിച്ചോ കടിച്ചോ പൊടിച്ചോ കടിച്ചോ പൊടിച്ചോ. ആ കടിച്ചു പൊടിച്ചോ. എന്ത് കിട്ടണില്ല. എന്താ പറഞ്ഞോ. അത് ഓമ്പിട്ട് പറഞ്ഞ പുളിയാ. എന്ത് പുളി? മാങ്ങാത്തോല. മാങ്ങാത്തോല്. മാങ്ങാത്തോല് ഇരുമ്പാമ്പുളി കണക്കിയതാ. ഇരുമ്പാമ്പുളി കണക്കിയത്. എന്താ പറയും? എന്താ പറയുന്നുണ്ടെങ്കിൽ നോക്കൂലേ. പുളിയുള്ള സാധനമാണ്. എന്തായാലും ഒന്നും കാട്ടി. മാങ്ങാത്തോല്. മാങ്ങാത്തോല അത്ര തോറ്റ് തോറ്റ്. മാങ്ങാത്തോലല്ല കൊടംപുളി. ഉറപ്പിച്ച ഉറപ്പിച്ച്. ഏതിലും ഒന്ന് പറയ്. അല്ല ഇതെന്തപ്പോ എന്ത് ഏതിലും ഒന്ന് പറയ്. രണ്ടും കൂടി എങ്ങനെ ആൻസർ ആക്കുക? പറ പറ പറയ്. നേരം പോയി. പുളി മാത്രമേ അറിയുള്ളൂ. അതാ പ്രശ്നം. ആ പറയ്. പുളി തന്നെയാണ്. എന്ത് പുളിയെന്ന് പറഞ്ഞാൽ മാങ്ങാത്തോല് ഉറപ്പിച്ച്. ഉറപ്പിച്ച. മഴക്കാലത്ത് മാങ്ങാത്തോല ഉണക്കാൻ പോവാണല്ലോ. കൊടംപുളി എന്താ. വീണ്ടും തോറ്റുപോയി. ഞാൻ പറഞ്ഞാ മതിയായിരുന്നു ആദ്യം തന്നെ. സ്റ്റാർട്ട്. ഇനി എന്ത് കൊല്ലപ്പണാവോ. എന്നാവോ എവിടെ ഇതെന്ത് കൊറേ മണികൾ കായത്തിന്റെ മണം വന്നു. അത് കായത്തി മുക്കിട്ട് അത് കൊടുന്ന് നേരത്തെ തിന്നാ. ഇതെന്താ ഇതെന്തോ ഒരു ചൊയയില്ല. കായത്തിന്റെ ചൊയ വരുന്നത്. തോറ്റയ്ക്ക് തോറ്റു അറിയും. പെട്ടെന്ന് പറയും. സമയമില്ല. ഇതെന്താ? ഞാൻ തോറ്റ്. തോറ്റില്ലേ? പിന്നെ ആദ്യക്ക് നമ്മള്
ഉലുവയിൽ ലേശം കായിട്ട് കൊടുത്തിട്ടാ ആ കായത്തിന്റെ സ്വയം മാത്രമേ ഉള്ളൂ, ഉലുവയുടെ ചോയില്ല. അത് കേഞ്ചി ആക്കാനെ കൊണ്ട് ഞാൻ കായം തീറ്റിട്ടുണ്ട്. നല്ല രസാ കായം തിന്നാൻ, പച്ചക്ക് തിന്നാൻ കേട്ടാ. മുറുക്കി കട്ടല്ലേ, എന്താ ദേഷ്യമുള്ള പോലെയൊക്കെ കാട്ടുന്നു. ദേഷ്യണ്ടല്ലോ, ദേഷ്യണ്ട്. എല്ലാം എന്താ തരാൻ പോളാണോ? ആടിക്കോ എന്താ കടിക്ക്. വേഗം കിട്ടും. എന്താ 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 മല്ലിക ചോദിച്ചേ? മല്ലിച്ചപ്പ് ശരിയാ ശരിയാ കഴിച്ചേ. അടുത്തേക്ക് കഴിഞ്ഞിട്ടാ നേരത്തെ പോലെ പണിയും തരരുതിട്ടാ. ഞാൻ ഉറങ്ങൂല. കഴിക്കാനാ കടിച്ചോ? കടിക്ക്. ഇതിലാവുന്നു ഒന്നുമില്ല കടിച്ചോ? അപ്പൊ വേണ്ട, വേറെ മകെടുക്ക്. വേറെ മകന്ത് ഇത് മുക്കിണ്ട്, ആ ബേക്കിംഗ് പൗഡർ മുക്കിണ്ട്. എന്ത് ഇഞ്ചി ഉറപ്പിച്ച ശരിക്കും ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഇഞ്ചി ഇഞ്ചി അതിന് ഓരോന്ന് മുക്കിട്ട് തരിക. സാധനം അത്. അപ്പോ ടെസ്റ്റിങ്ങില് ആര് ജയിച്ചപ്പോ? ഞാന്. ആദ്യം ജയിച്ചേട്ടാ, ഞാൻ തോറ്റു. ആദ്യക്ക് ഒന്നും അറിയാത്ത സാധനങ്ങൾ എടുത്തോണ്ട് സാധനം പോലും. ആ സ്ഥാനത്ത് എന്ത് കായ്പ്പൊടി എഴുതിയിട്ട് കായ്പ്പൊടി. എന്താണ് കായ്പ്പൊടി? കുറച്ച് തിന്നു, കുറച്ച് തിന്നു നോക്കി. രസം ഉണ്ടാവും നോക്കി, രസം ഉണ്ടാവും നോക്കി. അത് കുഴപ്പമില്ല, രസം ഉണ്ടാവും നോക്കി. രസമില്ല. ആ നല്ല രസം ഉണ്ടാവും. എക്സ്പ്രഷൻ കാണിക്കാണ്ട് വെറുതെ പറയണു. അപ്പൊ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ നാളെ അല്ല എന്താ പറയാ, ഇൻഷാല്ലാ എല്ലാരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ പറഞ്ഞേ? ആ അതന്നെ. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. താങ്ക് യു. ബൈ.